ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ജോർജോ അർമാനി അക്വാ ഡിജിന്റെ EDT പെർഫ്യൂമാണ്. EDT കാറ്റഗറിയിൽ വരുന്ന പെർഫ്യൂമാണ്. ഇത് 200 ml ആണ്. കണ്ടോ, ബോട്ടിലിന്റെ ഒരു ക്വാളിറ്റി അതിന്റെ പ്രീമിയം ആണ്. കാരണം എന്റെ കയ്യിൽ ഇതൊരു EDP ആണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. EDP നമ്മളെ മാറ്റ് ഫിനിഷിലാണ് EDP പൊതുവെ വരിക. EDT ഇങ്ങനത്തെ ഗ്ലോസ് ഫിനിഷിങ്ങിലാണ് ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ. ചെറിയ ഡിഫറെന്റ് ഉള്ള പോലെ നമുക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ആറ്റോമൈസറിൽ അവർ ചെറിയൊരു മാറ്റം ചെയ്തിട്ടുണ്ട്. കണ്ടോ, കാണുന്നുണ്ടാവും. ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നതിന് ഒരു ഇതാണ് ഫുള്ള് നമുക്ക് ഇങ്ങനെ. അത് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ മനസ്സിലാക്കിയതും ഞാൻ അറിഞ്ഞതും എല്ലാ പെർഫ്യൂം ഇമ്പോർട്ടഡ് ബ്രാൻഡ് പെർഫ്യൂമുകൾക്കെല്ലാം ഇങ്ങനത്തെ ഒരു സിസ്റ്റം അവർ കസ്റ്റം ചെയ്യുന്ന സമയത്ത് അവർ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് റീഫില്ലബിൾ ബോട്ടിലുകളാണ്, സിലിണ്ടറുകളാണ് നമുക്ക് വാങ്ങാൻ കിട്ടുക. 300 ml 400 ml 300 ml റീഫില്ലബിൾ ബോട്ടിലുകളാണ് നമുക്ക് ഇനി ഇമ്പോർട്ടഡ് ബ്രാൻഡിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റുക കേട്ടോ. മീൻസ് ഇനി ഇങ്ങനത്തെ ചെറിയ സിസ്റ്റം നമുക്ക് കയ്യിൽ നിന്ന് പോയിട്ട് അഥവാ ബോട്ടിലിന്റെ ചാർജ് അതിൽ കുറയും എന്നുള്ളതാണ്. അർമാനി അക്വാ ഡിജിയുടെ EDT അഥവാ എന്താ ഒന്നും പറയില്ല പറഞ്ഞാൽ ഹൈപ്പ് എന്ന് പറഞ്ഞാൽ ഇതിനാണ് നമ്മൾ ഹൈപ്പ് എന്ന് പറയണ്ടേ. അല്ലാതെ നാട്ടും പുറത്തുനിന്ന് ബ്ലെൻഡ് ചെയ്ത് വാങ്ങിയ പെർഫ്യൂമിന് എങ്ങനെ നമ്മൾ ഹൈപ്പ് എന്ന് പറയാ? ഇതിന് നമ്മൾ പറയണ ഹൈപ്പ് എന്നുള്ളത് ഇമ്പോർട്ടഡ് ബ്രാൻഡ് പെർഫ്യൂം യൂസ് ചെയ്യണം. അതിനാണ് അതിന് കിട്ടുന്ന ഫ്രാഗ്രൻസ്, അതിന് കിട്ടുന്ന ഒരു മൂഡ്, അതിന് കിട്ടുന്ന ഒരു ആറ്റിറ്റ്യൂഡ്, അത് വേറെ ലെവൽ തന്നെയാണ്. അതാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതാണ് നമ്മൾ പബ്ലിക്കിന്റെ എടുക്കാൻ. അതിന് ഇത്തിരി പ്രൈസ് ഉണ്ടാവും. ആ പ്രൈസ് പിന്നെ ബിഗ് ബോട്ടിൽ വാങ്ങാൻ കഴിയാത്ത ആളുകൾക്കാണ് നമ്മളിവിടെ കാര്യമായി ചെയ്യുന്നത്. ഇതിൻ്റെയൊക്കെ 8 ml വരെ മിനിമം ക്വാണ്ടിറ്റി 8 ml വരെ സ്റ്റാർട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത്. ഇത് കൊടുക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഇതിന്റെ ഫ്രാഗ്രൻസ് എങ്ങനെയാണ്, നോട്ട്സ് എങ്ങനെയാണ് കറക്റ്റ് മനസ്സിലാക്കാനും ഇതിന്റെ സ്മെല്ല് എത്രത്തോളം ലാസ്റ്റിങ്ങും പ്രൊഡക്ഷനും കിട്ടുന്നുണ്ടെന്നുള്ള മനസ്സിലാക്കാനൊക്കെ ഒരു സുവർണ ഗോൾഡൻ ചാൻസും കൂടി നമുക്ക് ഇതിന് കിട്ടുന്നുള്ളതാണ്. ഇതിന്റെ ഡീക്കന്റ് മീൻസ് 8 ml ഡീക്കന്റ് നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. ക്യാപ്പിന്റെ ക്വാളിറ്റി ഇങ്ങനെയാണ് വരുന്നത്, കുഴപ്പമില്ലാത്ത ക്വാളിറ്റി ഉണ്ട്. ഞാൻ എപ്പോഴും ആലോചിക്കും, ഞാൻ ഇത്ര പ്രീമിയം ബ്രാൻഡുകൾ ഞാൻ ഉപയോഗിക്കാറില്ല. ഞാൻ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യും എന്നല്ലാതെ മീൻസ് ഉപയോഗിക്കാറില്ല. മീൻസ് ഞാൻ ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു ഫംഗ്ഷന് പോവുകയാണെങ്കിൽ 2-4 അടി അടിക്കും. അതല്ലാതെ എൻ്റെ ബാഗിൽ ഇട്ടിട്ട് ഞാൻ ഉപയോഗിക്കാറില്ല. ഞാൻ ഇതുവരെ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല. ഡീക്കൻറ്റുകൾ ഞാൻ കയ്യിൽ കരുതാറുണ്ട്. ഞാൻ എൻ്റെ സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ ഞാൻ പൊതുവേ ചെയ്യാറുള്ളത്, നമുക്ക് ഇത്രയും പർച്ചേസിങ്ങിൻ്റെ കൂട്ടത്തിൽ ഇഷ്ടംപോലെ ഓയിലുകൾ 3 ml ഓയിലുകൾ ഇഷ്ടംപോലെ വരും. എല്ലാത്തിൻ്റെ ഓയിലും ഉണ്ടാവും. അഥവാ ഒരുപാട് കളക്ഷൻ, ഒരുപാട് പെർഫ്യൂം ഓയിലുകൾ എൻ്റെ 3 ml നമ്മളെ കയ്യിൽ വരും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഒരു 3 ml ബോട്ടിലും ഒരു 8 ml ബോട്ടിലും എം ടി ബോട്ടിലും എടുത്തിട്ട് ഈ 3 ml ഓയിലിനെ ആ എം ടി ബോട്ടിൽ ഇട്ടിട്ട് കുറച്ച് എത്തനോൾ ഉപയോഗിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിങ്ങനെ അടിച്ചു നടക്കും. എൻ്റെ ക്രൈസ് പെർഫ്യൂമിൻ്റെ വിഷയത്തിൽ ഞാൻ ചെയ്യുന്നത് അതാണ്. ഒരുപാട് നിങ്ങൾ ഏതാ ഉപയോഗിക്കുന്നത് എല്ലാവരും ചോദിക്കലുണ്ട്. ഇപ്പോൾ അർമാനി അക്വാ ഡിജി വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, അത് ഉപയോഗിക്കും. ആദ്യം ഇതിൻ്റെ ടെസ്റ്ററുകളൊക്കെ നോക്കും, സ്മെല്ലൊക്കെ നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ മാനസികമായിട്ട് നമ്മൾ റാത്തായി കഴിഞ്ഞാൽ അതിങ്ങനെ ഉപയോഗിക്കും. എനിക്ക് അതിനോടാണ് എപ്പോഴും ക്രൈസ്. എൻ്റെ രീതി ഞാൻ പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. അതാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു വിഷമമില്ല. ഒന്നാമത് അതിൻ്റെ ബാക്കിൽ നമ്മളെ പൈസ ചിലവായിട്ട് അത് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. ഇഷ്ടംപോലെ ബോട്ടിൽ നമുക്ക് ഫ്രീ ഓയിൽ കിട്ടുന്നതുകൊണ്ട് അപ്പോൾ പിന്നെ അത് അടിക്കാൻ ഒരു ടെൻഷൻ ഇല്ലാതെ അടിക്കാൻ പറ്റും. ഇത്രയും വില കൂടിയത് നമുക്ക് അടിക്കുക എന്നുള്ളത് എല്ലാവർക്കും സൂട്ടബിൾ അല്ല. അതിനുകൊണ്ട് തന്നെ നമ്മളെ കയ്യിൽ ഇതിൻ്റെ 8 ml നമ്മൾ ചാർജ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ചെറിയ പ്രൈസ് ചാർജ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട്. ഷിപ്പിംഗ് ഓൾ ഇന്ത്യ ഷിപ്പിംഗ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഷോപ്പിൽ വന്നാൽ നമുക്ക് ഇങ്ങനത്തെ ഇമ്പോർട്ടഡ് ബ്രാൻഡ് പെർഫ്യൂമുകളുടെ സ്മെല്ല് എങ്ങനെയാണ്, ഇതിൻ്റെ ലാസ്റ്റിങ് സ്മെല്ല് പരിചയപ്പെടാൻ പറ്റും. ലാസ്റ്റിങ് പിന്നെ നിങ്ങൾ പോയിന്റ് അടിച്ചേക്കാരിൽ നിങ്ങൾക്ക് കിട്ടുക, അത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇത് എന്താണ് ഇതിൻ്റെ EDP ഒക്കെ ഉള്ള വ്യത്യാസമൊക്കെ നമ്മൾ പറഞ്ഞു തന്ന് മനസ്സിലാക്കി തന്നിട്ട് നമ്മൾ ഓരോ കസ്റ്റമറെ വിടാറുള്ളൂ. അപ്പം ഇത് ആവശ്യക്കാരെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി വീഡിയോക്ക് താഴെ നമ്പർ വെക്കുക. ഈ ഷോപ്പ് വരുന്നത് മലപ്പുറം ടൗണിൽ നിന്ന് കൊളത്തൂർ പോകുന്ന റൂട്ടിൽ ചെളൂർ എന്ന് പറഞ്ഞ ലൊക്കേഷനാണ് നമ്മൾ ഈ ഷോപ്പ് വരുന്നത്. 8 ml ഡീക്കൻ്റെ ഈ നീഡിൽ വലിച്ചിട്ട് ഇവിടെ നമ്മൾ ആറ്റോമൈസർ പമ്പ് കയറ്റിയിട്ടാണ് നമ്മൾ ചെറിയ ബോട്ടിൽ എടുത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മളെ കയ്യിൽ പിന്നെ ഡോൾഷെ ഗബാന ദ 1, ഡോൾഷെ ഗബാന ദ വുമണ് 1, അതിന് വുമനും എന്നെ സെപ്പറേറ്റും പിന്നെ അർമാനി അക്വാ ഡിജിയും ഇതാണ് നമ്മുടെ കയ്യിൽ സ്റ്റോക്കിലുള്ളത്. ഇപ്പോഴത്തെ ഇനി വീഡിയോ ചെയ്യാനുള്ള പുതിയ വീഡിയോയിൽ. അപ്പം അടുത്ത വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ബൈ.